ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു വീക്കെൻഡ് വ്ളോഗ് കണ്ടാലോ. വീക്കെൻഡ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴൊക്കെ ഇത്തിരി നേരം ആവാറുണ്ട്. വീക്കെൻഡ് എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് റെഡിയാക്കാറ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ലഞ്ചിന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ബീഫ് കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കാം. കഴിഞ്ഞ വ്ളോഗിന് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കറിക്കുള്ള ബീഫൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കാം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ച ഗ്രിൽഡ് ചിക്കൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് പിച്ചിട്ട് അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കോണും ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു മസാല ഉണ്ടാക്കി. പിന്നെ കുബൂസിൽ ഹമ്മൂസും കൂടിയിട്ട് തേച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, വീക്കെൻഡിൽ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കൂട്ടായിരിക്കും. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വീക്കെൻഡിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റോളൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, ഒലിവ് ഓയിൽ പാചകത്തിന് യൂസ് ചെയ്യാൻ പറ്റുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ. അറബിക് ഡിഷസിൽ ഒട്ടുമിക്ക ഡിഷസുകളിലും ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാറ്. ഒലിവ് ഓയിൽ യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് ടേസ്റ്റിലോ അതുപോലെ മണത്തിലോ ഒന്നൊരു വ്യത്യാസവും വരുത്താനില്ല. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഹമ്മൂസിലൊക്കെ ഒലിവ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഹെൽത്തിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹമ്മൂസൊക്കെ റെഡിയാക്കി നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് ചായയൊക്കെ റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ബീഫ് കറി റെഡിയാക്കാനുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 സവാളയും ഒരു 2 ചെറിയ വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അധികം ഇഞ്ചി ചേർക്കാറില്ല, കുറച്ചാണ് ഇഞ്ചി ചേർക്കുള്ളൂ. വെളുത്തുള്ളി കൂടുതലായിട്ട് ഇന്ന് ചേർക്കാറുണ്ട്. പിന്നെ 1.5 കിലോ ബീഫിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 3 സവാളയാണ്. സവാളയും ഞാൻ അധികം ചേർക്കാറില്ല, അത് അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ്. സവാള കൂടുതൽ ചേർക്കുമ്പോൾ നമുക്കൊരു മധുരം ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം സവാള ചേർത്ത് കൊടുക്കാത്തത്. ഈ സവാള തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ എല്ലാം വീക്കെൻഡ് ഇങ്ങനെയൊക്കെ തന്നെയാണോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിക്കൂട്ടി ഇതുപോലെ ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടാണോ നിങ്ങൾ കഴിക്കാറ്? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വീക്കെൻഡ് കൂടുതലും നാടൻ വിഭവങ്ങളാണ്. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാന്ന് മാത്രം. അപ്പോൾ അതാ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇക്കയും മക്കളൊക്കെ കൂടിയിട്ട് പുറത്തുനിന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. ഏതൊക്കെ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് നോക്കി നിൽക്കൽ തന്നെയാണ് ഈ കാഴ്ചകൾ കാണുന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടാ. പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കാറ് പോകുന്നു പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കലാണ് മൂത്താളുടെ പരിപാടി. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ കൊടുക്കും എന്നിട്ട്. പക്ഷേ ഇതൊരാളും ശ്രദ്ധിക്കാനും ഇതിനൊന്നും പോകുന്നില്ല. അവൻ്റെ പരിപാടി അതാണ്. അപ്പോൾ രണ്ടുപേരും കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറേ നേരം അവിടെ നിൽക്കും. കുറച്ചായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങലുണ്ടായിരുന്നില്ല, കാരണം നല്ല ചൂടായിരുന്നല്ലോ. അപ്പോൾ ചൂടൊക്കെ മാറി തണുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ബീഫ് കറിയുടെ പ്രിപ്പറേഷൻസ് അതിനിടയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നാടൻ ബീഫ് കറിയാണ് റെഡിയാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ നാടൻ ബീഫ് കറി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലെ ഐ ബട്ടണിലും അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുക്കാം. വേണ്ടവരൊന്ന് കയറി ചെക്ക് ചെയ്യണേ. തക്കാളി ചേർത്തിട്ട് ആ തക്കാളി ഒന്ന് വേഗം ഉടഞ്ഞു കിട്ടാനായിട്ട് മൂടി വെച്ചെടുത്ത് കുക്ക് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്തു, ബീഫ് ഇട്ട് കൊടുത്തു. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ 3 വിസിലടിക്കും. എന്നിട്ട് അതിന് ശേഷം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാറാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗീ റൈസിനുള്ള പ്രിപ്പറേഷൻസാണ്. ഞാൻ സിമ്പിളായിട്ടുള്ള ഗീ റൈസാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നെയ്ച്ചോറ് റെഡിയാക്കുമ്പോൾ അരിയൊന്നും ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോകുന്നില്ല. നമുക്ക് കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന സെയിം നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴുകി ക്ലീനാക്കി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കിയിടും. അതിനുശേഷം പോയി കുളിക്കൽ, നിസ്കാരമൊക്കെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ തന്നെ സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ.
എല്ലാ സൺഡേസും ഇങ്ങനെയല്ല, ചില സമയത്ത് ഗസ്റ്റൊക്കെ ഉണ്ടാവും, ആ സമയത്തൊക്കെ നേരത്തെ ഫുഡ് കഴിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെയാണ് ഫുഡ് കഴിക്കൽ പരിപാടികളൊക്കെ കഴിയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടും. കിച്ചൺ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ട് കുളിച്ച് നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ വീക്കെൻഡ്സിൽ ഭക്ഷണം കഴിക്കാറ്. അതിനിടയിൽ നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടൊട്ട് തന്നെ ഒട്ടി പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ആ ചൂടിലിരുന്നിട്ട് എന്തെങ്കിലും വേവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. നമ്മൾ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കൽ പരിപാടികളിലോട്ട് കിടക്കാം. നല്ല ആവി പറക്കുന്ന നാടൻ ബീഫ് കറിയും അതുപോലെ തന്നെ ആവി പറക്കുന്ന നെയ്ച്ചോറൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം നമുക്ക് പിടിക്കാം. ഫുഡ് കഴിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സലാം സ്ട്രീറ്റിലാണ് ബ്രദർ താമസിക്കുന്നത്. ചെറിയ മോൻക്ക് ഇപ്പോൾ കൈ പിടിച്ചിട്ട് ഇതുപോലെ നടക്കാനാണ് ഇഷ്ടം. ആൾക്കിപ്പോൾ 1.5 വയസ്സായിട്ടുണ്ട്. ഇതുപോലെ ഫുള്ള് നടത്താണ് ഇപ്പോൾ. നടത്തത്തിനിടയിലേ കാറൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഗുണപരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ആൾ. കാറൊക്കെ പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ നടപ്പ്. ഞങ്ങളിപ്പോൾ ഒരു പാർക്കിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിലോട്ട് നടക്കുന്നതിനിടയിലുള്ള വഴികളാണിത്. നല്ലൊരു രസം കണ്ടപ്പോൾ ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പകർത്തിയതാണ്. പാർക്കിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ അവിടെ കളിച്ചു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ആക്കിയതിന് ശേഷം അവിടുന്ന് ഇറങ്ങി. പാർക്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. ഞങ്ങൾ റഹ്മത്ത് കാലിക്കറ്റിൽ പോയിട്ട് ഇവിടെ നല്ലൊരു ചായയും സ്നാക്സൊക്കെ കഴിച്ചു. ചിക്കൻ റോള്, സമൂസ, അങ്ങനത്തെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്നാക്സും ചായയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് കഴിച്ചു. അപ്പോൾ വീക്കെൻഡ് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.